ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സർക്കാരിനോടുള്ള എന്റെ കമ്മിറ്റ്മെന്റ് അതെന്റെ ജീവൻ ബലി കൊടുത്തിട്ടായാലും ഞാൻ നടത്തിയിട്ടേ പോവൂ. അതിനെതിരായി സാക്ഷാൽ ഒടേ തമ്പുരാൻ 7 കുതിരകൾ കെട്ടിയ രഥത്തിൽ വന്നാലും ശാലിനി പതറില്ല. അല്ല, നിന്റെ തീരുമാനങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നത്. നിങ്ങളെ ദത്തെടുത്ത ദത്തമ്മയ്ക്കും മറ്റുള്ളവരുടെ മുൻപിലും പരിഹാസപാത്രമായിട്ട് നിൽക്കാൻ ഞാൻ ഇനി നിന്ന് തരില്ല. ഇതിന്റെ അവസാന തീരുമാനമാണോ? അല്ല, എന്നെ നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ച് വലിച്ചിറക്കി വിട്ടതിന് രോഹിത്തിന് മാപ്പ് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ എന്റെ തീരുമാനം മാറ്റാം. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിങ്ങളത് പറയണം. എങ്കിൽ ഞാൻ വരാം. നീ കാണിച്ച തന്റെ അടുത്തിനാ ഞാൻ ശകാരിച്ചത്. അത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നില്ല, കാരണം രോഹിത്തിന് കുടുംബമായിട്ട് താമസിക്കണമെന്ന് ആഗ്രഹമില്ല. ദേ, രോഹിത് ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് തന്നെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ടല്ലേ. ആത്മാർത്ഥതയില്ലാത്ത സ്നേഹം അല്പായുസ. രോഹിത്തിന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ശ്യാമേ, നീ വരുന്നില്ലെങ്കിൽ വരണ്ട. ഞാൻ പപ്പി മോളെ കൊണ്ടുപോകും. അവള് വളരേണ്ടതേ ആ വീട്ടിലാ. അതിന്റെ കാരണം നിനക്കറിയാവുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്കെതിരെ ഗാർഹിക പീഡനത്തിന് കൊണ്ട് കേസ് കൊടുക്കും. നീ കൊണ്ടുപോയി കേസ് കൊടുത്ത് നോക്ക്. കോടതിയിൽ എന്ത് പറയണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ കൊണ്ട് ഞാൻ അഴി എണ്ണിപ്പിക്കും. നിന്നെ പോലെ ഒരു ദുരന്തത്തെ സഹിച്ച എനിക്ക് ഏത് ജയിലിൽ സ്വർഗവാടി, സ്വർഗം. നീയേ നിന്റെ വഴി നോക്കിക്കോ, ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. നമുക്ക് കാണാം. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യണം. അതിന് തടസ്സമായി നിന്ന ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ശരി മാഡം. ഞങ്ങളിവിടെ താമസിപ്പിച്ചിരിക്കുന്നതേ മഹേന്ദ്ര മുതലാളിയാ. മുതലാളി പറയാതെ ഞങ്ങളിവിടുന്ന് മാറത്തില്ല. നിങ്ങൾ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് കയ്യേറ്റമാണ്. അനധികൃതമായി സർക്കാരിന്റെ സ്ഥലം കയ്യേറി ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്താൻ നോക്കുന്നു. ഇതിന്റെ ശിക്ഷ എന്തായിരിക്കുമെന്ന് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. കാരണം അത് മനസ്സിലാക്കി നിങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഈ പറയുന്ന മഹേന്ദ്രൻ മുതലാളി കാണിക്കേണ്ടതാണ്. അത് കാണിക്കാത്ത കാലത്തോളം ഞങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാതെ മറ്റു മാർഗമില്ല. എല്ലാവരും ഇവിടെ നിറക്കണം. സാധനങ്ങളും പുറത്തേക്ക് എടുക്കണം. യെസ് മാഡം. മാഡം, ഈ സ്ഥലം പുറമ്പോക്കല്ല. അതുകൊണ്ട് ഈ സ്ഥലത്തിരിക്കുന്ന വീടുകളും പുറമ്പോക്കിൽപ്പെട്ടതല്ല. ആ ബോർഡും എടുത്ത് കൂടെ വന്നവരെയും വിളിച്ച് എല്ലാവരും സ്ഥലം വിടാൻ നോക്ക്. കൃത്യമായിട്ടുള്ള എവിഡൻസുകളും കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. തടയാൻ വന്ന
ഇവിടെ നിൽക്കുന്നവരെല്ലാം അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി നടപ്പാക്കേണ്ടി വരും. കയ്യൂക്കിന്റെ ബലത്തിൽ ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനമെങ്കിൽ കാഴ്ചക്കാരായിട്ട് നിൽക്കാൻ ഞങ്ങൾക്കാവില്ല. രക്തം ചീന്തിയെ ഞങ്ങൾക്കിവിടെ പിടിച്ചു നിൽക്കാനാവുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനും തയ്യാറാണ്. ഈ വീടുകൾ ഒഴിപ്പിച്ച് സീൽ ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. രേഖാമൂലം പല തവണ നിങ്ങളെ അത് അറിയിക്കുകയും ചെയ്തത്. എന്നിട്ടും നിങ്ങൾ കൂട്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ എനിക്കിനി ഒന്നും പറയാനില്ല. ഇൻസ്പെക്ടർ, സാധനങ്ങളൊക്കെ പുറത്തിറക്കിയിട്ട് വീടടച്ച് സീൽ ചെയ്യണം. അതിനെന്താ മാർഗമെന്ന് വെച്ചാ അതുടനെ ചെയ്യണം. കൂടുതൽ ഫോഴ്സിനെ വിളിക്കണമെങ്കിൽ അങ്ങനെ. എന്തായാലും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. മേഡം, മേഡം ഇപ്പൊ ഈ പരുത്തിക്കുന്ന് കോളനി അടച്ചു പൂട്ടിച്ചിട്ടേ പോവെന്ന് കൽപ്പിച്ചു കൂട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഞാൻ ചെയ്യുന്നത് എന്റെ ഡ്യൂട്ടിയാണ്, സർക്കാരിനോടുള്ള എന്റെ കമ്മിറ്റ്മെന്റ്. അതെന്റെ ജീവൻ ബലി കൊടുത്തിട്ടായാലും ഞാൻ നടത്തിയിട്ടേ പോവൂ. അതിനെതിരായി സാക്ഷാൽ ഒടേ തമ്പുരാൻ 7 കുതിരകൾ കെട്ടിയ രഥത്തിൽ വന്നാലും ശാലിനി പതറില്ല. പിന്നെയല്ലേ നിന്നെ പോലൊരു ഞാഞ്ഞൂല്. ഈ ചങ്കൂറ്റത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ അതെടുക്കേണ്ട സ്ഥലം മാറിപ്പോയി. ഇത് ശിവനാ, സർവവും ഭസ്മമാക്കാൻ കഴിവുള്ള ശിവൻ. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതിൽ എനിക്ക് താല്പര്യം സംഹാരമാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാ, ഈ തന്റെ ഇടത്തിന് മുന്നിൽ ഒരല്പം ബഹുമാനം ഉണ്ടായതിന്റെ പേര് ഞാൻ പറയുക. ഇത് പുറമ്പോക്ക് ഭൂമിയല്ല. ഞങ്ങൾ ഒരാളിൽ നിന്നും കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയാ എന്റെ മുത്തശ്ശന്റെ കാലത്ത്. അവരെങ്ങനെ അത് സ്വന്തമാക്കിയെന്നത് അത് നമുക്കറിയേണ്ട കാര്യമില്ല. എന്തായാലും ഞങ്ങൾ വാങ്ങിയവരുടെ മക്കൾ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ അവരുടെ ഇരിക്കുന്ന ഒറിജിനൽ രേഖകൾ, അതായത് ഇതിന്റെ മുൻ പ്രമാണങ്ങൾ, അതുമായിട്ട് വരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന് ഒരാഴ്ചത്തെ സാവകാശം ചോദിച്ചിട്ടുണ്ട്. അവര് വന്നാ അവരെ കളക്ടർ മേഡത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും. അതുവരെ ഇവിടെ ഈ പരുത്തിക്കുന്നിൽ യാതൊരുവിധ ജപ്തി നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല. എത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്തിച്ചിരിക്കും. ഇത് ശിവന്റെ വാക്കാ. ഇനി വാക്കിന്റെ പിന്നാലെ പോവാൻ സമയമില്ലല്ലോ സുഹൃത്തെ. വെരി സോറി.